ഹലോ കുട്ടികളെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുകളുടെ പാർട്ട് 6 ആണ്. വീഡിയോയിലേക്ക് പോകാം. ഒബ്ജക്ട് സ്റ്റാർട്ട്സ് വിത്ത് ദ സ്പീഡ് ഓഫ് u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, the distance travelled in time t seconds is ut plus half at square. The distance travelled in 2 seconds is 10 meters and the distance travelled in 4 seconds is 28 meters. What was the starting speed? What is the rate at which speed increasing? ഒരു വസ്തു യു മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു നേർരേഖയിലൂടെ സഞ്ചരിക്കുകയാണ്. ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ്, അതിൻ്റെ സ്പീഡ് എ മീറ്റർ പെർ സെക്കൻഡ് വെച്ച് ഓരോ സെക്കൻഡിലും കൂടുകയാണെങ്കിൽ ടൈം ടിയിലുള്ള സമയം ടി ആകുമ്പോഴുള്ള ദൂരം കണക്കാക്കുന്ന സമവാക്യം എന്ന് പറയുന്നത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്, 2 സെക്കൻഡ് സമയം കൊണ്ട് വസ്തു 10 മീറ്റർ ദൂരവും 4 സെക്കൻഡ് സമയം കൊണ്ട് വസ്തു 28 മീറ്റർ ദൂരവും സഞ്ചരിച്ചുവെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്ര? അതുപോലെ ഏത് റേറ്റിലാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്തത്? ഇവിടെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് യു മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ റേറ്റ് എന്ന് പറയുന്നത് എ മീറ്റർ പെർ സെക്കൻഡാണ്. അതായത് യുവും എയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്ലൂ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് ഫോർമുല. ഇത് ഫിസിക്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ്. അപ്പോൾ എസ് ആണ് ഇവിടെ ഡിസ്റ്റൻസ്, യു ഇനിഷ്യൽ സ്പീഡ്, ടി ടൈം, എ എന്ന് പറയുന്നത് റേറ്റ്, ഓരോ സെക്കൻഡിൽ വെച്ച് കൂടുന്ന റേറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് 2 സെക്കൻഡ് സമയം കൊണ്ട് വസ്തു 10 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അതായത് ടൈം 2 സെക്കൻഡ് ആയിരിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 10 മീറ്ററും സമയം 4 സെക്കൻഡ് ആയിരിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 28 മീറ്ററുമാണ്. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എസ് ആദ്യം 10 മീറ്റർ എന്ന് കൊടുക്കാം. 10 ഈക്വൽസ് യു അറിയില്ല, ടിയുടെ വാല്യൂ 2 ആണ്, പ്ലസ് ഹാഫ് എ യു അറിയില്ല, ടിയുടെ വാല്യൂ 2, 2ൻ്റെ സ്ക്വയർ. 10 ഈക്വൽസ് 2u പ്ലസ് ഹാഫ് എ ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4. ഈ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 2 എന്ന് കിട്ടി. 10 ഈക്വൽസ് 2u പ്ലസ് 2a. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിലെല്ലാം 2 കോമൺ ഉണ്ട്. 10ൽ 2 ഉണ്ട്, 2uൽ 2aയിൽ. അപ്പോൾ ഇതിൽ 2 കോമൺ എടുത്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 10നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്നും, 2u നിന്ന് 2 പോയി കഴിഞ്ഞാൽ u, 2aയിൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ a. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ഇതുപോലെ നമുക്ക് ഈ രണ്ട് വാല്യൂ, സമയം 4 സെക്കൻഡ് ആയിരിക്കുമ്പോഴുള്ള ദൂരം 28 മീറ്റർ നമുക്ക് ഇതിൽ കൊടുക്കാം. അപ്പോൾ 28 എസ് സമം എത്ര? 28 കൊടുക്കുക. യു അറിയില്ല, ടിയുടെ വാല്യൂ 4 ആണ്, ഹാഫ് എ ടിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ. 28 ഈക്വൽസ് 4u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4ൻ്റെ സ്ക്വയർ 16. 2ഉം 16ഉം ക്യാൻസൽ ചെയ്ത് 8. 28 ഈക്വൽസ് 4u പ്ലസ് 8a. ഇതിൽ നമ്മൾ നോക്കിയാൽ 4 കോമൺ ആയിട്ടുണ്ട്. ഈ 28നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. 4uവിൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ u, 8aയിൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 2. ഇപ്പോൾ 2a ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷനും ഇതിന് താഴെയായിട്ട് എഴുതാം. 5 ഈക്വൽസ് യു പ്ലസ് എ, ഇക്വേഷൻ നമ്പർ 1. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് നോക്കിയാൽ കാണാം യു കോമൺ ആയിട്ട് വരുന്ന, യു ഒരേപോലെ വരുന്ന വേരിയബിളാണ്. അപ്പോൾ യുവിനെ നമ്മളെങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത്? സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യുക. 2 മൈനസ് 1 ഇംപ്ലൈസ് 7 മൈനസ് 5 ഈക്വൽസ് യു മൈനസ് യു ക്യാൻസലായി പോകുന്നു. 2a മൈനസ് എ. 7 മൈനസ് 5 2, 2a മൈനസ് എ. അപ്പോൾ എയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. എയുടെ വാല്യൂ 2 കിട്ടി. ഇനി നമുക്ക് യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാം. യു പ്ലസ് എ ഈക്വൽസ് 5 ആണ്. യു പ്ലസ് എ ഈക്വൽസ് 5 ആണ്. യുവിൻ്റെ എയുടെ വാല്യൂ 2. അപ്പോൾ യു പ്ലസ് 2 ഈക്വൽസ് 5. യുവിൻ്റെ വാല്യൂ 5 മൈനസ് 2. 5 മൈനസ് 2 എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 6th question. A 2-digit number is equal to 6 times the sum of its digits. The number got by interchanging the digits 9 more than 4 times the sum of the digits. What is the number? ഒരു രണ്ടക്ക സംഖ്യയുണ്ട്. ആ രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ 6 ഇരട്ടി കൂടുതലാണ്. ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്, അതായത് ആ സംഖ്യയുടെ സ്ഥാനങ്ങൾ മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പറിൻ്റെ ഡിജിറ്റുകളുടെ സമ്മിൻ്റെ 4 ഇരട്ടിയോടുകൂടി 9 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ
ആ നമ്പർ ഏതെന്നാണ് ചോദ്യം. ഇപ്പോൾ ആ 2 ഡിജിറ്റ് നമ്പർ XY ആണെങ്കിൽ ആ ഒറിജിനൽ നമ്പറിനെ നമ്മൾ പ്ലേസ് വെച്ച് എഴുതുമ്പോൾ ഇത് വൺസ്, ഇത് ടെൻസ്. സ്ഥാനം വെച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 10x + y ആണ്. ഇതാണ് ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത്. ഒറിജിനൽ നമ്പർ 10x + y. ഈ 10x + yയുടെ പ്രത്യേകത എന്താ? ഇതെന്ന് പറയുന്നത് 6 ടൈംസ് ഈ നമ്പറിൻ്റെ ഡിജിറ്റുകളുടെ സമാണ്, അക്കങ്ങളുടെ തുകയ്ക്ക് തുല്യമാണ്. ഇങ്ങനെ കിട്ടും. അപ്പോൾ 10x + y = 6. അകത്ത് കയറി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x + 6 × y 6y. നമുക്ക് എക്സും വൈയും എല്ലാം ഒരിടത്ത് കൊണ്ടുവരും. ഇവിടെ കോൺസ്റ്റൻറ്റ് ടൈം ഇല്ല, സംഖ്യാപദം ഇല്ല. 10x + y - 6x - 6y = 0 ആണ്. അപ്പോൾ 10x - 6x 4x, y - 6y - 5y = 0. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത കാര്യം പറഞ്ഞേക്കുന്നത് നമ്പർ ഗോഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. ഡിജിറ്റുകളുടെ സ്ഥാനം മാറ്റുക. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ വൈയും വരും, വൈയുടെ പ്ലേസിൽ എക്സും വരും. അതായത് 10y + x. ആ നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 9 മോർ ദാൻ 9 കൂടുതലാണ് ഏതിനേക്കാളും 4 ടൈംസ്. 4 ടൈംസ് എന്ന് പറഞ്ഞാൽ 4 ഇരട്ടി. എന്തിന് 4 ഇരട്ടിക്ക്? സം ഓഫ് ദി ഡിജിറ്റുകളുടെ സമ്മിൻ്റെ 4 ഇരട്ടിയേക്കാൾ 9 കൂടുതലാണ്. അപ്പോൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ 9 + 4 അകത്ത് കയറുമ്പോൾ 4x + 4y 10y + x. ഇതിൽ നമുക്ക് എക്സും വൈയും എല്ലാം ഒരിടത്തേക്ക് ആക്കാം. 10y + x, ഇവിടെ 4x - 4x ആകുന്നു. 4y - 4y = 9. x - 4x - 3x 10y - 4y + 6y = 9. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇതെല്ലാം 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. 3xൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ -x, 6yൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 2y, 9നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 3. അപ്പോൾ അടുത്തൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു 2. ഈ ഇക്വേഷൻ 2ലും 1ലും ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4x ആണ്, ഇവിടെ x ആണ്, 5y ആണ്, 2y ആണ്. അപ്പോൾ ഒരുപോലുള്ള വേരിയബിളാണ്. ഇവിടെ 4x, ഇവിടെ x. അപ്പോൾ എക്സിനെ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 4x എന്നാകും. അപ്പോൾ 4 × ഇക്വേഷൻ 2, 4 × ഇക്വേഷൻ 2 implies 4 × -x - 4x + 4 × 2y 8y 4 × 3 12. ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ 1 അടുത്തേക്ക് എഴുതാം. 4x - 5y = 0. ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ ഇക്വേഷൻസിൽ നിന്ന് 4x ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി 3യും 1ഉം കൂടി ആഡ് ചെയ്യാം. ഇക്വേഷൻ 1 + ഇക്വേഷൻ 3 implies ഇത് രണ്ടും ക്യാൻസലായി പോകുന്നു. 8y - 5y = 12 + 0. 8y - 5y എത്രയാണ്? 3y = 12. y = 12 ഡിവൈഡഡ് ബൈ 3 = 4. വൈയുടെ വാല്യൂ 4 എന്ന് കിട്ടി. എക്സ് കിട്ടാൻ വേണ്ടി ഒരു ഇക്വേഷൻ ചൂസ് ചെയ്ത് അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4x - 5y = 0. 4x - 5yയുടെ വാല്യൂ 4 ആണ്, = 0. 4x - 20 = 0. 4x = 20. Therefore x equals 20 divided by 4 = 5. അതായത് x 5ഉം y 4ഉം. അതായത് നമ്പർ ഏതാണ്? 54. നമ്പർ ഈക്വൽസ് 54. 7th question. 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്പറിനോട് കൂടി 11 കൂട്ടുമ്പോൾ രണ്ടാമത്തെ നമ്പറിൻ്റെ ഇരട്ടിയാണ് കിട്ടുന്നത്. അതുപോലെ രണ്ടാമത്തെ നമ്പറിൻ്റെ കൂടെ 20 കൂട്ടുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പറിൻ്റെ ടോയ്സ് കിട്ടുന്നു. അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് നമ്പർ നമുക്ക് x എന്നും സെക്കൻഡ് നമ്പർ y എന്നും എടുക്കാം. ഫസ്റ്റ് നമ്പർ ഈക്വൽസ് x, second number equals y, second number equals y. അപ്പോൾ 11 added to a number. അപ്പോൾ ഫസ്റ്റ് നമ്പർ എടുക്കാം, ആദ്യത്തെ നമ്പർ x ആയിട്ട് എടുക്കാം. 11 added to a number, അതായത് 11 + x gives twice another number. twice എന്ന് പറയുമ്പോൾ 2 into another number ഏതാ? y. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ആയി കഴിഞ്ഞു. 11 + x = 2y. അപ്പോൾ നമുക്ക് എക്സിനെ കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ എക്സ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താവും? -x അല്ലേ? -x + 2y = 11. നമുക്കതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. -x + 2y = 11. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് 20 added to the second number. സെക്കൻഡ് നമ്പർ ഏതാ? y. അതിനോടുകൂടി എത്ര ആഡ് ചെയ്യുന്നു? 20. 20 added to the second number gives twice the first number. ഫസ്റ്റ് നമ്പറിൻ്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ 2x. ഇവിടെയും y ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 2x - y
ഈക്വൽ ടു 20. അറേഞ്ച് ചെയ്തെഴുതുമ്പോൾ 2x മൈനസ് വൈ ഈക്വൽ ടു 20, ഇക്വേഷൻ നമ്പർ 2. നമ്മൾ നോക്കുമ്പോൾ എക്സ് ഇവിടെ 2x, ഇവിടെ 2y, y. അപ്പോൾ ഒരുപോലെ ആക്കണമെങ്കിൽ എക്സിനെ നമുക്ക് ഒരുപോലെ ആക്കിയാൽ എക്സ് ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പോൾ ആഡ് ചെയ്താൽ നമുക്ക് എക്സിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ എക്സിനെ 2x ആക്കാൻ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ 1നെ കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു ഇക്വേഷൻ 1 ഇംപ്ലൈസ് മൈനസ് 2x പ്ലസ് 4y ഈക്വൽസ് 2 ഇൻറ്റു 11 എത്രയാണ് 22, ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് ഈ 2ഉം 3യും തമ്മിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഇക്വേഷൻ 2 പ്ലസ് 3 ഈക്വൽസ് 2x മൈനസ് 2x ക്യാൻസലായി പോകുന്നുണ്ട്, മൈനസ് y പ്ലസ് 4y ഈക്വൽസ് 20 പ്ലസ് 22. മൈനസ് y പ്ലസ് 4y എത്രയാ 3y, 3y ഈക്വൽസ് 42. y ഈക്വൽസ് 42 ഡിവൈഡഡ് ബൈ 3 ഈക്വൽസ് 14. വൈയുടെ വാല്യൂ 14, അതായത് സെക്കൻഡ് നമ്പർ നമുക്ക് 14 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റത്തെ ഇക്വേഷൻ എടുക്കുക. മൈനസ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 11, മൈനസ് എക്സ് പ്ലസ് 2y, വൈയുടെ വാല്യൂ 14 ഈക്വൽ ടു 11, മൈനസ് എക്സ് പ്ലസ് 28 ഈക്വൽസ് 11, മൈനസ് എക്സ് ഈക്വൽസ് 11 മൈനസ് 28. 11 മൈനസ് 28 എത്രയാണ്, മൈനസ് 17. ദാറ്റ് ഈസ് മൈനസ് എക്സ് ഈക്വൽസ് മൈനസ് 17. അപ്പോൾ എക്സ് ഈക്വൽസ് എത്രയാണ് 17. എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറും 17ഉം സെക്കൻഡ് നമ്പർ എന്താണ് 14ഉം.